മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം. മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം. തീരങ്ങളിൽ ബാഷ്പദീപങ്ങളിൽ ഓരിതൾ നാളമായി നൊമ്പരം. മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം. രാവേറെയായി പിരിയാനരുതാതൊരു നോവിൻ രാപ്പാടികൾ. രാവേറെയായി പിരിയാനരുതാതൊരു നോവിൻ രാപ്പാടികൾ. ചൂടാത്തൊരാ പൂമ്പിലികളാ കൂടുന്നു കൂട്ടിയല്ലോ. ജന്മങ്ങളിൽ വീണയിൽ മീട്ടുമീണം മൂളുന്നൊരാ കാറ്റുകൾ. മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം. തീരങ്ങളിൽ ബാഷ്പദീപങ്ങളിൽ ഓരിതൾ നാളമായി നൊമ്പരം. മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം. യാമങ്ങളിൽ കൊഴിയാൻ മടിയായൊരു താരം തേങ്ങുന്നു. യാമങ്ങളിൽ കൊഴിയാൻ മടിയായൊരു താരം തേങ്ങുന്നു. ഇന്നോർമ്മയിൽ കിളിവാതിലുകൾ താനേ തുറന്നുവല്ലോ. ദൂരങ്ങളിൽ എന്തിനോ കണ്ണു ചിമ്മി വീണ്ടും നിശാഗന്ധികൾ. മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം. തീരങ്ങളിൽ ബാഷ്പദീപങ്ങളിൽ ഓരിതൾ നാളമായി നൊമ്പരം. മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം. മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം. തീരങ്ങളിൽ ബാഷ്പദീപങ്ങളിൽ ഓരിതൾ നാളമായി നൊമ്പരം. വാക്കുകളില്ല പറയാൻ, കാരണം അത്രയ്ക്ക് അതിമനോഹരമായിട്ട് മക്കൾ പാടി. നോ വേർഡ്സ്. ഞാനിത് ആദ്യമായിട്ട് കേൾക്കുന്ന ദാസേട്ടൻ തന്നെ
നേരിട്ട് പാടുന്ന കേട്ട ഒരു വ്യക്തിയാണ്. പ്രസാദ് 70 തിയേറ്ററിൽ ദാസേട്ടൻ വരാൻ ലേറ്റായി. അങ്ങനെ ജോൺസേട്ടന് കുറച്ച് പ്രശ്നം വന്നു. ജോൺസേട്ടൻ പറഞ്ഞു ഇനി എനിക്ക് പാടണ്ട എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന സമയത്ത് ദാസേട്ടൻ വന്നു. അന്ന് ദാസേട്ടൻ വൈകുന്നേരം രാത്രി അമേരിക്കയിൽ പോവാണ്. ഇവർ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളായി, ദാസേട്ടനും ജോൺസേട്ടനും കൂടെ. അങ്ങനെ വന്ന് അടുത്ത പാട്ട് എൻ്റെ എടുക്കണ്ടേ. അപ്പം എൻ്റെ കോൾ ഷീറ്റ് 2 to 9 തുടങ്ങിയിട്ട് ഒരു 3:30 മണിയായപ്പോഴത്തേക്ക് ദാസേട്ടൻ വന്നു. അപ്പോൾ എൻ്റെ പാട്ടിൻ്റെ ഇടയിലാണ് ദാസേട്ടൻ വന്നത്. അദ്ദേഹത്തിന് പോവുകയും വേണം. അപ്പം അതെടുക്കാം. പ്രൊഡ്യൂസറും ബാക്കി എല്ലാവരും പറഞ്ഞു നമുക്കതെടുക്കാം, ആ പാട്ട് ദാസേട്ടൻ്റെ മിക്സ് ചെയ്യാം. അപ്പം ജോൺസേട്ടനുമായിട്ട് കുറച്ച് ചകടയായി. അവസാനം ജോൺസേട്ടൻ പറഞ്ഞ് പാടിക്കൊള്ളാൻ പറഞ്ഞിട്ട് ജോൺസേട്ടൻ ബാക്കിൽ, പ്രസാദ് 70 ബാക്കിലൊരു റൂമുണ്ട്, അവിടെ പോയിരുന്നു. ദാസേട്ടൻ പറഞ്ഞു വേണേ ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഇല്ല പാടിക്കൊള്ളാൻ പറഞ്ഞു. ജോൺസേട്ടൻ പോയി. ജോൺസേട്ടൻ ഇരുന്നില്ല കൺസോളിൽ. അവിടെ ഇരുന്നത് ഞങ്ങളൊക്കെ ആയിരുന്നത്. പക്ഷെ അതിമനോഹരമായിട്ട് ഒരു രക്ഷയില്ല. ദാസേട്ടൻ പറയാൻ വാക്കുകളില്ല. ആ രീതിയിൽ ഈ പാട്ട് പാടിയിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോയി. അതിനുശേഷം ഞാൻ ശരിക്കും ഇത്ര മനോഹരമായിട്ട്, ഞാൻ ഇതിനകത്തെ ചെറിയ ചെറിയ ഇതൊക്കെ വിടുന്നെങ്കിലും അതിമനോഹരമായിട്ട് പാടി കേട്ടത് ഗോഡ് ബ്ലെസ് യു. കാരണം അത്ര എളുപ്പമല്ല പാടാൻ. കാരണം ഈ പാട്ട് അതിൻ്റെ ഓരോ സംഗതികൾ എവിടെ വേണേ തെറ്റിപ്പോകാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ അനുപല്ലവിയുടെയൊക്കെ സംഗതികൾ. എനിക്കിഷ്ടപ്പെട്ടു. ഐ ഫീൽ ദാറ്റ് മഞ്ചരിക്കും ശരത്തിനും ഒക്കെ എൻ്റെ അഭിപ്രായമാണ്. എന്താ പറയാനുള്ള MG സാറ് ദാസീറ്റ് എഴുന്നേറ്റ് വന്നിട്ടാണ് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്താ തോന്നുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ എണ്ണീറ്റ് വന്നത്. മിസ്റ്റേക്സ് കാണും, ഇല്ലായിരിക്കാം, ഉണ്ടായിരിക്കാം. ദാറ്റ് ഐ ഡോണ്ട് നോ. ലെറ്റ് ദം സേ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒന്നാമത്തെ ഒരു പ്രതീക്ഷിച്ചില്ല. ഈ സോങ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ടഫായതുകൊണ്ട് പാടി ബലിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെയെങ്കിലും പാടി ശരിയായി. സാർ ഫലിപ്പിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആയിക്കോട്ടെ, നിന്റെ വിശ്വാസം രക്ഷിക്കട്ടെ. ഞങ്ങളുടെ അടുത്തൊക്കെ ചോദിക്കാം. ശരത് സാർ, മഞ്ചരിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. ഷാനോ? ഇല്ല. എന്നാ വാ. കമന്റ് ഇല്ലേ? മഞ്ചരി ചേച്ചി മഞ്ചരി പെട്ടിയും ശരത് സാറ് സംഗതി പെട്ടിയുമായിട്ടാണ് വരുന്നത്. സാർ ഫുള്ള് കൊടുക്കാണോ? അതെ, ഇനി മഞ്ചരി പെട്ടി. യാമങ്ങളിൽ കൊഴിയാൻ മടിയായൊരു താരം തേങ്ങുന്നുവോ ഇന്നോർമ്മയിൽ കിളിവാതിലുകൾ. സൂപ്പർ ശരത് സാർ. എടാ ചക്കരെ, അസാധ്യമായിട്ട് പാടിയിടാ. വേറൊന്നും പറയാനില്ല. നമുക്കൊന്നും വട്ടായിട്ടില്ല. അണ്ണാച്ചി അവിടുന്ന് ഇറങ്ങി ഓടുമായിരുന്നു. ഞങ്ങൾ അറിഞ്ഞതേ. തൊട്ട് നോക്കാം, അടുത്ത് നോക്കുമ്പോൾ ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പൊ അത്രയ്ക്ക് ഇഷ്ടമായി. ഇത് ഒട്ടും അങ്ങനെ എളുപ്പത്തിൽ പാടാൻ പറ്റത്തില്ലടാ. അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. അയ്യോ ജോൺസേട്ടന് പാദ നമസ്കാരം. അതുപോലെ ഇത് പാടിയേക്കുന്നു. അയ്യോ ദാസേട്ടാ, വി ലവ് യു. പറയാനില്ല. ആരാ എഴുതിയെന്ന്? ഇത് ലിറിക്സ് ചെയ്തത് ജയകുമാർ സാറാണ്. അസാധ്യം ജയകുമാർ സാർ. അയ്യോ, കാര്യം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പടം വർക്ക് ചെയ്യാനുണ്ട്. അത് ഉടനെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചക്കരെ, ലവ് യുടാ. ഒരു മെഡിക്കൽ റെപ്പ് നിന്ന് കമന്റ് പറയുന്ന പോലെ ഫീൽ ചെയ്യുമായിരിക്കും. കലക്കിയാണ്, ഒന്നും പറയാനില്ല. ഈ പറഞ്ഞ പോലെ ഒരു മുട്ടായി പോലത്തെ ഒരു പാട്ട്, അത് നീ അസലായിട്ട് പാടി. ഈ പറഞ്ഞ പോലെ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പാട്ട്. നീ കലക്കി പാടിയടാ, കലക്കി പാടി. ഷാനിക്കയുടെ ആ ഒരു പെട്ടി മാത്രം അവിടെ ഇരിക്കുക. അപ്പൊ എന്തെങ്കിലും എന്തായിരിക്കും അത് മാത്രം എടുക്കാതെ പോകുന്നത്? അത് വേണേ ഞാൻ എടുത്തോണ്ടരാം.
അത് ഇത് ഡെഫിനറ്റ്ലി അത് അർഹിക്കുന്ന ഒരു പെർഫോമൻസ് തന്നെ ആയിരുന്നു. ഒന്നുമില്ല, നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ അതെന്തായാലും അത് തുറക്കും, അതിൽ സംശയമൊന്നുമില്ല. ഓക്കെ യെസ് ചേച്ചി. തേജസ് സാഹിബ പാടിയതുപോലെ മനോഹരമായിരുന്നു ഈ പാട്ട്. സത്യത്തിൽ ഈ പാട്ട് അങ്ങനെ MG സാർ പറഞ്ഞ പോലെ നമ്മൾ റിയാലിറ്റി ഷോസിൽ വളരെ ചുരുക്കമേ ഈ പാട്ട് കേട്ടിട്ടുള്ളൂ, അധികം ആരും പാടി കേട്ടിട്ടില്ല. പക്ഷെ മോനെ അസാധ്യമായിട്ട് പാടി. കാരണം ആ സംഗതികളൊക്കെ അതിന്റെ പ്ലാൻസ് ഒക്കെ വളരെ നിഷ്കളങ്കമായിട്ടാണ് പാടിയത്. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഗോഡ് ബ്ലെസ് യു. ഇതുപോലെ തന്നെ മുന്നേറുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ജഡ്ജസ്. ഓക്കെ തേജസ്, എന്ത് ഗോൾഡൻ മൈക്ക് ഇവിടെ കിട്ടിയില്ല എന്നേ ഉള്ളൂ, പക്ഷെ ഒരു ഗോൾഡൻ മൊമെന്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ ജഡ്ജസും ഫ്ലോറിൽ വന്നിട്ടാണ് നിന്നെ അപ്രീഷിയേറ്റ് ചെയ്തത്. അപ്പൊ ഇതിലും വലുതിനി ഇനി എന്താണ്? ഇതിലും വലുതിനി വരാനില്ലല്ലോ. ഓക്കെ സൂപ്പർ. നമുക്ക് ഇനി മാർക്സ് ചോദിക്കാം. MG സർ, ഫുൾ മാർക്ക്. 10 out of 10. കാരണം തെറ്റൊന്നുമില്ല, അവൻ നന്നായിട്ട് പാടി, പിന്നെ എന്തിനാ ഞാൻ കുറക്കണ്ടേ? സൂപ്പർ. യെസ്. ചേച്ചി മോനെ ഇതിന് I give you 9.9. താങ്ക് യു. ഓക്കെ ഷാനിക്ക സെയിം 9.9. ഓക്കെ താങ്ക് യു സർ. ശരത് സർ 10. താങ്ക് യു സർ. Okay, so total 29.8. Highest. Highest. Yes. Super. Okay, bye. This is Superstar.